ശുദ്ധ റമളാൻ വരാൻ പോവുകയാണ്. നല്ല ഒരുക്കങ്ങൾ വേണം. ശാരീരികമായി ഒരുങ്ങണം, കുടുംബപരമായി ഒരുങ്ങണം, സാമ്പത്തികമായി ഒരുങ്ങണം, മാനസികമായി ഒരുങ്ങണം. എല്ലാ നിലക്കും ഒരുങ്ങുന്നതിനേക്കാളും വലിയ ഒരുക്കം റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങലാണ്, ഇസ്തിഗ്ഫാർ ചൊല്ലലാണ്, തൗബ ചെയ്യലാണ്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട്, മഹാനവറുകളെ, എനിക്ക് പാതിരാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് തങ്ങളെ. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് ഇതേ ആവശ്യം പറഞ്ഞവരുണ്ട്. എനിക്ക് നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്. പാതിരാത്രി കിടന്നുറങ്ങുമ്പോ ഞാനിങ്ങനെ ചിന്തിക്കും, എനിക്ക് സുബഹിയുടെ മുമ്പ് ഒന്ന് എഴുന്നേറ്റിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കണം, ഒരുപാട് ഖുർആനൊന്ന് പാരായണം ചെയ്യണം, റബ്ബിലേക്ക് എനിക്കൊന്ന് ഖേദിച്ച് മടങ്ങണോ. പക്ഷേ ഞാനങ്ങനെ വിചാരിച്ച് കിടക്കുമെന്നല്ലാതെ സമയമാകുമ്പോ എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളെ, ഹസനുൽ ബസ്രി തങ്ങളെ, മഹാന്മാര് രണ്ടുപേരും കൊടുത്ത മറുപടിയാണ്. ഓ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഓ പ്രിയപ്പെട്ട പെങ്ങളെ, ചെറുപ്പക്കാരാ, രണ്ടുപേരും കൊടുത്ത മറുപടിയാണ്. മോനെ, നീ ചെയ്യുന്ന ഹറാം നിന്നെ ബന്ധനസ്ഥനാക്കിയിരിക്കുന്നു. നിനക്ക് നന്മ ചെയ്യാൻ കഴിയാത്തത്, നിനക്ക് നന്മയിലേക്ക് ഉളരിപ്പോകാൻ കഴിയാത്തത്, നിനക്ക് തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേൽക്കാൻ കഴിയാത്തത് നീ ചെയ്ത ഹറാമുകളാണ്, വൃത്തികേടുകളാണ്, തോന്നിവാസങ്ങളാണ്. ഹറാം ഇങ്ങനെ ചെയ്യുന്തോറും, ഹറാം ഇങ്ങനെ വർദ്ധിക്കുന്തോറും നമുക്ക് നന്മ ചെയ്യാൻ കഴിയൂല, ഖുർആൻ ഓതാൻ മനസ്സുണ്ടാകൂല, സുന്നത്ത് നിസ്കരിക്കാനുള്ള മനസ്സുണ്ടാകൂല, തഹജ്ജുദ് നിസ്കരിക്കാനുള്ള മനസ്സുണ്ടാകൂല, ലദ്ദത്തോടെ നമുക്ക് നോമ്പ് നോക്കാൻ കഴിയൂല. അതുകൊണ്ട് കഴിഞ്ഞു പോയതെല്ലാം കഴിഞ്ഞു പോയി. റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങിയിട്ട് തൗബയങ്ങ് വർദ്ധിപ്പിച്ചിട്ട് ഇസ്തിഗ്ഫാർ ധാരാളമായി ചൊല്ലി റമളാനിനെ സ്വീകരിക്കണേ. കളവ് പറയാത്ത നോമ്പ് നോൽക്കണം, ഗീബത്ത് പറയാത്ത നോമ്പ് നോൽക്കണം. ആരുടെയും പരദൂഷണങ്ങളോ, പച്ചബടായികളോ, പച്ചക്കളവുകളോ, ആരെയും പരിഹസിക്കുന്ന പരിഹാസത്തിന്റെ വർത്തമാനങ്ങളോ ഒന്നുമില്ലാതെ നല്ല ഖാലിസായ അല്ലാഹ് സ്വീകരിക്കുന്ന നല്ല നോമ്പ് ഈ വർഷത്തെ റമളാനിൽ നോക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, റമളാനിന്റെ എല്ലാ ഭംഗിയും നിലനിർത്തി റമളാനിനെ യാത്രയാക്കുന്ന വിശ്വാസികളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. കഴിഞ്ഞ ദിവസം മദീനയിൽ നിന്ന് തിരിച്ചു വരുമ്പോ പച്ചക്കുപ്പയുടെ മുന്നിൽ ഇരുന്നിട്ട് അവസാനമായി മദീനയോട് വിട പറയുമ്പോ അറിയാതെ കണ്ണിലൂടെ കണ്ണുനീര് വരികയാണ്. അവസാനമായി ചിന്തിച്ചുപോയി, അല്ലാഹുവേ, ഇനി ഈ മദീന കാണാൻ ഞാൻ ജീവിച്ചിരിപ്പുണ്ടാകുമോ? എന്റെ കണ്ണുകൊണ്ട് ഈ മദീനയെ എനിക്ക് കാണാൻ കഴിയുമോ? ഈ മനോഹരമായ പച്ചക്കുപ്പയിലേക്ക് ഇനി ഞാൻ നോക്കാൻ, കാണാനും തിരിച്ചു വരാൻ ഞാൻ ഉണ്ടാകുമോ? എന്റെ തീരുമാനം റബ്ബിന്റെ അടുക്കലാണല്ലോ എന്ന് അറിയാതെ ഇങ്ങനെ ചിന്തിച്ചിട്ട് അവസാനത്തെ സലാമും പറഞ്ഞ് തിരിച്ചു വരുമ്പോ മനസ്സ് പൊട്ടുകയാണ്, കൽബ് വേദനിക്കുകയാണ്. ഒരുപാട് തവണ ഞങ്ങളെ മദീനയിലെത്തിക്കണേ അല്ലാഹ്. അതുപോലെ നമ്മളെല്ലാവരും ചിന്തിക്കണം, ഈ റമളാൻ എനിക്ക് അല്ലാഹു എഴുതപ്പെട്ട ആ ദിവസങ്ങളിൽ, ആ റമളാനുകളിൽ അവസാനത്തെ റമളാനായിരിക്കുമോ റബ്ബേ എന്ന് നമ്മളെല്ലാവരും ആലോചിച്ച് ഈ വർഷത്തെ വിശുദ്ധ റമളാൻ ഏറ്റവും നല്ല റമളാനായി റമളാനിനെ യാത്രയാക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഹറാമുകൾ, പഞ്ച ഹറാമുകൾ, അതേ അന്യന്റെ നഗ്നതകൾ കാണുന്നതിൽ നിന്ന്, വൃത്തികേടുകളിൽ നിന്ന്, അന്യപുരുഷന്റെ നഗ്നതകളും ഹറാമുകളും വൃത്തികേടുകളും കണ്ട് ആസ്വദിക്കുന്നതിൽ നിന്ന്, അടുത്ത ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കണേ. നല്ല രസമുണ്ടാകും. അതെ, അന്യരുമായി സംസാരിക്കാനും ഇടപഴകുവാനും അവരുമായി സ്വറ പറയാനും നല്ല രസമുണ്ടായെന്ന് വരാം, ലദ്ദത്തുണ്ടായെന്ന് വരാം. പക്ഷേ ഓരോ സമയവും ദീനിൽ നിന്ന് നമ്മൾ അകന്നുകൊണ്ടിരിക്കുകയാണ് എന്ന ചിന്ത വേണേ.
ഓരോ തെറ്റുകൾ ചെയ്യും തോറും ഹൃദയാന്തരങ്ങളിൽ ഒരു കറുത്ത പുള്ളി വീഴുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിരക്കണക്കിന് തെറ്റ് ചെയ്യുമ്പോ ആയിരക്കണക്കിന് പുള്ളികൾ വീഴും. പതിനായിരക്കണക്കിന് തെറ്റ് ചെയ്യുമ്പോ പതിനായിരക്കണക്കിന് പുള്ളികൾ അവിടെ വീഴും. കോടിക്കണക്കിന് തെറ്റ് ചെയ്താൽ പുള്ളികൾ വീണ് അത് കറുത്തതായി മാറിയാൽ പിന്നെ അടുത്ത പുള്ളി വീഴാനുള്ള സ്ഥലം എവിടെയാണ്? ചെറിയ ഒരു നുതുഖ, അതേ ഒരു നുഖ്ത, അതേ ചെറിയ ഒരു പുള്ളി, കറുത്ത ഒരു പുള്ളി. ആ പുള്ളി ഹൃദയത്തിൽ വീണ് ഹൃദയം കറുത്ത കൽബായി മാറിയാൽ പിന്നെ ആ കറുത്ത പുള്ളി വീഴാൻ സ്ഥലമില്ല. അപ്പൊ എന്താണ് ചെയ്യുന്നത്? വീണതിന്റെ മുകളിലേക്ക് അടുത്ത കറുത്ത പുള്ളി വീഴുകയാണ്. അങ്ങനെ വീണ് നമ്മുടെ കൽബ് എത്ര വലിയ കറുത്ത കൽബായി മാറിയിട്ടുണ്ടാകും. അല്ലാഹുവേ, റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ പാപങ്ങളെല്ലാം നീ കഴുകിക്കളയണേ അല്ലാഹ്.